2025 വിട പറയുമ്പോൾ മലയാളികൾ ഏറ്റവും വലിയ നഷ്ടമായി കരുതാൻ പോകുന്നത് ശ്രീനിവാസിൻ്റെ വേർപാട് തന്നെയാണ്. രോഗശയ്യയിലായിരുന്നുവെങ്കിലും ഒന്നിനെയും കൂസാതെ പ്രകൃതക്കാരനായതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട കലാകാരൻ അവയെ എല്ലാം അതിജീവിച്ച് തിരികെ വരുമെന്ന പ്രതീക്ഷ സിനിമാ പ്രേമികൾക്കുണ്ടായിരുന്നു. നല്ല നടൻ, നല്ല തിരക്കഥാകൃത്ത്, നല്ല സംവിധായകൻ, അതിനുമപ്പുറം ഒരു നല്ല വ്യക്തിത്വം കൂടിയായിരുന്ന മലയാളികളുടെ സ്വന്തം ശ്രീനി. നായക സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിച്ച പച്ചയായ നടൻ. അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ പ്രണയിക്കുന്നവരാണ് ഏറെയും. ആശയപരമായ എതിർപ്പുള്ളവർ പോലും അദ്ദേഹം അന്തരിച്ചുവെന്ന വാർത്ത ഒരു ഞെട്ടലോടെ തന്നെയാണ് കേട്ടത്. കാലം എത്ര പിന്നിട്ടാലും മലയാള സിനിമയിൽ മറ്റൊരു ശ്രീനി ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. കഴിഞ്ഞ ദിവസം മുതൽ ഇന്ന് ഉച്ചവരെയും എറണാകുളത്തെ ടൗൺ ഹാളിലേക്കും കണ്ടനാട്ടെ വസതിയിലേക്കും ജനങ്ങളുടെ കലാകാരന്മാരുടെയും ഒഴുക്കായിരുന്നു. തെന്നിന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും അനുശോചനം രേഖപ്പെടുത്തി. നടൻ സൂര്യ, പാർത്ഥിബൻ തുടങ്ങിയവർ സമയം കണ്ടെത്തി കണ്ടനാട്ടെ വസതിയിൽ എത്തി അനുശോചനം അറിയിച്ചു. ശ്രീനിക്ക് അരികിലേക്ക് ആദ്യം ഓടിയെത്തിയവർ അദ്ദേഹത്തിന് എന്നും പ്രിയപ്പെട്ടവരായ മോഹൻലാലും മമ്മൂട്ടിയുമായിരുന്നു. ഏറെ നേരം പ്രിയ സുഹൃത്തിനരികിലിരുന്നു. പുതുതലമുറയിലെ താരങ്ങളായ നസ്ലിനും നിഖിലയും ശ്രീനാഥ് ഭാസിയും മുതൽ മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകർ വരെയും ശ്രീനിവാസനെ അവസാനമായി ഒന്ന് കാണാനെത്തിയിരുന്നു. പക്ഷേ നടി മഞ്ജു വാര്യരുടെ സാന്നിധ്യം എവിടെയും ഉണ്ടായിട്ടില്ല. ഒരുപാട് സിനിമകളൊന്നും ഇല്ലെങ്കിലും ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല ധ്യാൻ ശ്രീനിവാസനുമായും നല്ലൊരു സൗഹൃദം മഞ്ജു കാത്തു സൂക്ഷിക്കുന്നുണ്ട്. 4 വർഷം മുമ്പ് കണ്ടനാട്ടെ ശ്രീനിയുടെ വീട്ടിൽ മഞ്ജു എത്തിയിരുന്നു. അന്ന് ധ്യാൻ തയ്യാറാക്കിയ ബിരിയാണി ശ്രീനിവാസനും കുടുംബത്തോടൊപ്പം കഴിച്ച് ആസ്വദിക്കുന്ന ചിത്രങ്ങൾ മഞ്ജു പങ്കിടുകയും ചെയ്തിരുന്നു. ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയില്ലെങ്കിലും പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ്റെ വേർപാടിൽ അനുശോചനമറിയിച്ച് നടി എത്തിയിരുന്നു. എന്തു പറഞ്ഞാലും ഉച്ചത്തിലുള്ള ചിരി അവസാനിപ്പിക്കുന്ന ശ്രീനിയേട്ടൻ ഇതാദ്യമായി തന്നെ കരയിപ്പിച്ചുവെന്നാണ് മഞ്ജു പറഞ്ഞത്. ഇല്ലാതാകുന്നത് ഒരു ശരീരം മാത്രമാണെന്നും ആ പേര് ഇനിയും പല കാലം പല തരത്തിൽ ഇവിടെ ജീവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുവെന്നും മഞ്ജു കുറിച്ചിരുന്നു. പൊതുവെ മലയാളത്തിലെ സീനിയർ അഭിനേതാക്കളുടെയോ സിനിമാ പ്രവർത്തകരുടെയോ സംസ്കാര ചടങ്ങുകളിൽ മഞ്ജുവിൻ്റെ സാന്നിധ്യം ഉണ്ടാവാറില്ല. സിനിമാക്കാരുടെ വിവാഹം, പിറന്നാൾ, വെഡ്ഡിംഗ് ആനിവേഴ്സറി തുടങ്ങിയ ചടങ്ങുകളിലും മഞ്ജുവിനെ മാത്രം കാണാറില്ല. മലയാള സിനിമയിലെ മുൻനിര നടിയായിരുന്നിട്ടും മഞ്ജു എന്തുകൊണ്ട് ശ്രീനിവാസനെ അവസാനമൊന്ന് കാണാനെത്തിയില്ലെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്.